വെൽക്കം ടു നീൻസ് വ്ളോഗ്സ്. അപ്പം ഇന്നത്തെ നമ്മുടെ വ്ളോഗ് ഒരു കഫേ വ്ളോഗാണ്. ഒരു കഫേ എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. അതൊരു ഹിമാലയൻ കഫേ. അപ്പം നമ്മൾ കഫേയിൽ എത്തിയിരിക്കുകയാണ്. നമ്മുടെ കഫേയുടെ പേരാണ് ഫൈൻ ആൻഡ് പോളാരീസ് എന്ന് പറഞ്ഞിട്ടുള്ള കഫേയാണ്. അടിപൊളിയായിട്ടുള്ള ഒരു ഹിമാലയൻ ടച്ച് ഒക്കെ തരുന്ന ഒരു അടിപൊളി കഫേയാണ്. നമ്മൾ താമസിക്കുന്ന ശ്രീനഗറിൽ നിന്ന് ഒരു 10 കിലോമീറ്റർ മേലേക്ക് കയറിയിട്ടാണ് ഈ ഒരു കഫേയിൽ നമ്മൾ എത്തിയത്. ഹിമാലയത്തിൻ്റെയൊക്കെ മുകളിലുള്ള നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കഫേ ആയിരുന്നു ഇത്. സാധാരണ ഉത്തരാഖണ്ഡിൽ നമ്മൾ സിറ്റി ഏരിയയിലുള്ള കഫേസിൽ കാര്യങ്ങളൊക്കെ ആയിരുന്നു എക്സ്പ്ലോർ ചെയ്യാൻ ഇതുവരെ പോയിട്ടുണ്ടായിരുന്നത്. ഇത് ആദ്യമായിട്ടാണ് നമ്മളൊരു ഹിമാലയൻ കഫേ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഏറ്റവും ടോപ്പിൽ ഈ ഒരു ഏരിയയിൽ ഏറ്റവും ടോപ്പിലാണ് ഈ ഒരു കഫേ ഉള്ളത്. അതുകൊണ്ട് തന്നെ നല്ലൊരു കാറ്റും നല്ലൊരു അടിപൊളി ആംബിയൻസ് ആയിരുന്നു. നമ്മൾ പോയ സമയത്ത് അധികം വെയിലൊന്നും ഇല്ല, എന്നാൽ മഴയില്ലാത്തൊരു ടൈം ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് എൻജോയ് ചെയ്യാനായിട്ട് പറ്റി. ഞാനിപ്പോൾ നിൽക്കണേ ശ്രീനഗറിലെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കഫേയിലാണ്. നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള കഫേസ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ എവിടെ പോകുമ്പോഴും അങ്ങനെയുള്ള കഫേസ് കണ്ടുപിടിക്കാനാണ് നോക്കുക. പ്രത്യേകിച്ച് ഇതുപോലെയുള്ള നല്ല അടിപൊളിയായിട്ടുള്ള നമ്മളെ കഫേ ഇരിക്കുന്ന സ്ഥലമാണിത്. ആ കാണുന്നതാണ് നമ്മുടെ കഫേ. അടിപൊളിയാണ്, കാണാനൊരു ചെറുതാണെങ്കിലും പക്ഷെ അവിടുത്തെ വൈബ് ഉണ്ടല്ലോ അടിപൊളിയാണ്. മേഘങ്ങളെ തൊട്ടിട്ടൊക്കെ നമ്മൾ നിൽക്കാന്ന് പറയില്ലേ, അങ്ങനെയാണ് ഇവിടുത്തെ ഒരു ആംബിയൻസ് കണ്ടിട്ട് എനിക്ക് തോന്നുന്നത്. മേഘങ്ങളെ അടുത്ത് നിൽക്കുന്ന പോലെ. എന്തായാലും നല്ല അടിപൊളിയായിട്ടുള്ള മൈൻഡൊക്കെ റിലാക്സ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പ്ലേസ്. ഈ ഒരു കഫേയുടെ ചുറ്റുവട്ടത്ത് എവിടെ ഇരുന്നാലും നല്ല വ്യൂ കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഉത്തരാഖണ്ഡിന്റെ ഭംഗി കാണാനായിട്ട് നമുക്ക് വരാൻ പറ്റിയ ഒരു അടിപൊളി പ്ലേസ് ആണ് കേട്ടോ. ശരിക്കും സത്യം പറഞ്ഞാൽ നമ്മുടെ ഋഷികേശ് കുറച്ചുകൂടെ ക്രൗഡഡ് ആണ്. പക്ഷേ ഋഷികേശൊക്കെ കഴിഞ്ഞ് കുറച്ചുകൂടെ മേലേക്ക് കയറുമ്പോഴാണ് നമുക്ക് ഇതുപോലത്തെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ് കാണാനായിട്ട് പറ്റുക. നമ്മളിവിടെ നാട്ടിൽ തന്നെ കഴിച്ചത് ഒരു ലെമണേഡാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടേസ്റ്റ് ഉണ്ട്. ഇവിടെ ഒന്ന് നോക്കി കഴിഞ്ഞാൽ നമ്മൾ താമസിക്കുന്ന സ്ഥലം കാണാം കേട്ടോ. അവിടെ ദൂരെ കാണുന്ന സിറ്റി പോലത്തെ സ്ഥലമില്ലേ, കുറച്ച് ബിൽഡിങ്സ് ഒക്കെ ഉള്ളത്, അവിടെയാണ് നമ്മളെ വീട് ഇരിക്കുന്നത്. അവിടുന്ന് എത്രയോ ഹൈറ്റിലാണ് കേട്ടോ ഇപ്പം നമ്മൾ നിൽക്കുന്നത്. ഇവിടെയുള്ള ഓരോ മരങ്ങളൊക്കെ കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. അത് ഇവർ നന്നായിട്ട് യൂട്ടിലൈസും ചെയ്തിട്ടുണ്ട്. ഇതുപോലുള്ള മരങ്ങളുടെ ചുവട്ടിലായിട്ട് ഇതുപോലെ ഊഞ്ഞാലുകളൊക്കെ കെട്ടിയിട്ട്, അവിടെ ദൂരമായിട്ട് ഒരു സ്ഥലമുണ്ട്, അവിടെയും നമുക്ക് ഊഞ്ഞാലൊക്കെ കെട്ടിയിട്ട് നമുക്ക് പോകാനും ആടാനൊക്കെ പറ്റും. ഫാമിലി ആയിട്ടോ അല്ലെങ്കിൽ ഫ്രണ്ട്സായിട്ടോ ഒക്കെ ചില്ല് ചെയ്യാനായിട്ട് പറ്റിയ ഒരു ഏരിയ തന്നെയാണ് കേട്ടോ. ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ കാമായിട്ടുള്ള ഒരു പ്ലേസ്. ശ്രീനഗറിൽ നിന്ന് കുറച്ച് മാറിയിട്ട് കണ്ട വില്ലേജിലാണ് ഈ ഒരു കഫേ ഇരിക്കുന്നത്. ഇവിടെ ഇതുപോലെ കുറേ കുഞ്ഞു വില്ലേജസ് ഉണ്ട്. നമ്മുടെ അടുത്ത വീഡിയോയിലൊക്കെ ഞാൻ അത് ഉൾപ്പെടുത്താനായിട്ട് ട്രൈ ചെയ്യുന്നതായിരിക്കും. ഈ ഒരു വില്ലേജിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃഷി ചെയ്തിട്ടാണ് അധികം പേര് ഇവിടെ ജീവിക്കുന്നത്. അതിൻ്റെ കൃഷിയും കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത വീഡിയോസായിട്ട് ഞാൻ ഇടുന്നതായിരിക്കും. ഇവിടെ ഇങ്ങനെ ചെറിയ കാറ്റൊക്കെ കൊണ്ട് ഈ മേഘങ്ങളെയൊക്കെ നോക്കി കിടക്കാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഇവിടുന്ന് പോവാനേ തോന്നുന്നുണ്ടായിരുന്നില്ല. നമ്മൾ ആദ്യം ഇൻഫോം ചെയ്യുകയാണെങ്കിൽ ഇവർ നമുക്ക് നൈറ്റ് ക്യാമ്പിംഗ് ഒക്കെ സെറ്റാക്കി തരും. അടിപൊളിയായിട്ട് അവർ അറേഞ്ച് ചെയ്ത് തരും കേട്ടോ. ഇവിടെ ബർത്ത്ഡേ പാർട്ടി, ആനിവേഴ്സറി, അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ, അതിൻ്റെ ക്യാബ് സർവീസസ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. പ്ലേസ് സൂപ്പറായി, നല്ല രസമല്ലേ കാണാൻ. സാധാരണ ജൂലൈ ഒക്കെ ആകുമ്പോൾ അത്യാവശ്യം നല്ല മഴ ഉണ്ടാവുന്ന ഒരു ക്ലൈമറ്റ് ആണ് ഉണ്ടാവാറ് ഇവിടെ. പക്ഷേ ഈ ഒരു പ്രാവശ്യം മഴ കുറവാണ്, എന്നാൽ വെയിലും ഇല്ല, അങ്ങനെയായിരുന്നു. ഇവിടെ നമുക്ക് ക്യാമ്പ് ഫയർ ഒക്കെ നടത്താൻ പറ്റിയിട്ടുള്ള പ്ലേസ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. നൈറ്റിലായിരിക്കും ഇവിടെ കുറച്ചും കൂടി അടിപൊളിയായിട്ട് ഉണ്ടാവുക. നമുക്ക് ഒരു ഹട്ടൊക്കെ ഉണ്ടാക്കി തരും. ഇവിടെ സ്റ്റേ ചെയ്യുകയാണെങ്കിൽ അതിനുള്ള ഫെസിലിറ്റി ഉണ്ട് കേട്ടോ.
ഏകദേശം 2 മണി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാനുള്ള ടൈമായി. അപ്പോൾ നമ്മൾ കുറച്ച് ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. സാധാരണ ഇവിടുത്തെ ഫുഡുകളിലൊന്നും എത്ര ടേസ്റ്റ് ഉണ്ടാവുമെന്നൊന്നും അറിയില്ല. അപ്പോൾ നമ്മൾ എന്തായാലും ഇവിടുത്തെ ഫുഡ് ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ബട്ടർ റൊട്ടി ആയിരുന്നു, പിന്നെ പനീർ ബട്ടർ മസാലയും, പിന്നെ ഫ്രൈഡ് റൈസും, പിന്നെ റൈത്തയും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. സാധാരണ റൈത്ത ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്, പക്ഷെ അതിന് ഇവിടെ എക്സ്ട്രാ ചാർജ് ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് സാലഡായിട്ട് അണിയൻസും ആയിരുന്നു ഇവർ വെച്ചത്. ഫ്രൈ ചെയ്യുന്നത് ബട്ടർ റൊട്ടിയാണ് കേട്ടോ. ബട്ടർ റൊട്ടിയും പിന്നെ നമ്മുടെ പനീർ ബട്ടർ മസാല, പിന്നെ സാലഡായിട്ട് ഒരു ഈ ഓണിയൻസ് ഒക്കെ തരും കേട്ടോ. അത് കഴിച്ചു നോക്കാം. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. സാധാരണ ഈ ബട്ടർ റൊട്ടി ഓർഡർ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ഹാർഡായിട്ടാണ് ഇവിടുത്തെ കടകളിൽ നിന്ന് കിട്ടുക. പക്ഷെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. റൈസ് നോക്കാം. നെക്സ്റ്റ് ഞാൻ കുറച്ച് ഫ്രൈഡ് റൈസ് കഴിച്ചു നോക്കുകയാണ്. ഫ്രൈഡ് റൈസിൽ കുറച്ച് കൂടുതൽ സോസ് ആഡ് ചെയ്തിട്ടുണ്ട് തോന്നുന്നു. എനിക്ക് തോന്നുന്നു കൂടുതൽ ബെറ്റർ ആയിട്ടുള്ളത് ബട്ടർ റൊട്ടി തന്നെയാണ്. ഇവിടുത്തെ ഏറ്റവും ആയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ലാൻഡ്സ്കേപ്പാണ് കേട്ടോ. ഞാൻ ബാക്ക് ക്യാമറ കാണിച്ചു തരാം. ഭയങ്കര സീനിക് ബ്യൂട്ടി ആയിട്ടുള്ള പ്ലേസ് ആണ് കേട്ടോ. മേഘങ്ങളാണെങ്കിലും ഇവിടുത്തെ ഓരോ പുൽമേടാണെങ്കിലും നല്ല ഗ്രീനറി ആയിട്ട്. ഇപ്പം പ്രത്യേകിച്ച് ഇവിടെ മഴ പെയ്ത് ഇങ്ങനെ തുടങ്ങണ ഒരു ടൈമാണ്. അതുകൊണ്ട് തന്നെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. നമ്മളൊരു സിറ്റി പോലത്തെ സ്ഥലത്തുനിന്ന് വന്നതുകൊണ്ട് തന്നെ ഇവിടെ വന്നപ്പോൾ ഭയങ്കര കാമായിരുന്നു. എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ സിറ്റി ആയിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യരുത് കേട്ടോ. ഇവിടുത്തെ സിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഗ്രാമങ്ങളായിരിക്കും. അപ്പോൾ നമ്മുടെ നാട്ടിലെ ഗ്രാമങ്ങളെക്കാളും കുറച്ചുകൂടെ നല്ല ഭംഗിയായിരിക്കും സിറ്റീസ് കാര്യങ്ങളൊക്കെ. അതിനേക്കാളും ഭംഗിയാണ് ഇവിടുത്തെ ഇതുപോലുള്ള ഗ്രാമങ്ങൾ കാണാൻ. ഇപ്പം ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു 4-4:30 ആ ഒരു ടൈമിലാണ്. പക്ഷേ ഇപ്പോഴും നല്ല മേഘങ്ങളൊക്കെ ആയിട്ട് നല്ല രസമാണ്. ഇന്ന് നമ്മൾ ഹിമാലയം ഒരു കഫേ എക്സ്പ്ലോർ ചെയ്താൻ വന്നതാണ്. അപ്പോൾ ഏകദേശം അത് കഴിഞ്ഞാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ വീഡിയോയിൽ സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം കേട്ടോ. നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ എന്തായിരിക്കും വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ. എല്ലാവരും വീഡിയോ ഒക്കെ ഒന്ന് ഹൈപ്പ് ചെയ്യുക, കമൻറ്റൊക്കെ ചെയ്യുക, ഷെയറൊക്കെ ചെയ്യുക. ബൈ. ഇത് നമ്മൾ പോകുന്ന വഴിക്കുള്ള കാഴ്ചയാണ് കേട്ടോ. നല്ല രസമാണ് ഈ വഴികളൊക്കെ കാണാനായിട്ട്. ഈ വില്ലേജിൻ്റെയൊക്കെ പേരിപ്പോൾ ഇങ്ങനെ എഴുതി വെക്കുന്നുണ്ട്. അത് ആണ് എഴുതി വെച്ചത്. ഈ കന്ദ എന്ന് പറഞ്ഞിട്ടുള്ളതാണ് ഈ ഒരു വില്ലേജ്. ഇവിടെ ഒരു കന്ദ ദേവിയുടെ ഒരു ക്ഷേത്രവും കൂടെ ഉണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ.